അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളെ വീഡിയോ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അതാ കണ്ടോളി. അതാരാ? ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഇതാണ് ഞങ്ങളെ നിയോ ബേബി. എന്ന് ഞങ്ങള് വീഡിയോ എടുക്കണം വിചാരിക്കും. ഈ ചങ്ങായി അഴിക്കില്ല. കഴിഞ്ഞ ആഴ്ച വീഡിയോ എടുത്തോണ്ട് പകുതിയൊക്കെ നിർത്തിയതാ. കഴിഞ്ഞ ഞായറാഴ്ച 20 മിനിറ്റ് വീഡിയോസ് എടുത്തിട്ട് നമ്മള് ഇല്ലേ അതിലൊരു ചൊറുക്കില്ല. അപ്പൊ വേണ്ട മാറ്റണം പറഞ്ഞു. ഞാൻ നല്ല ചൊറുക്കുണ്ട്. ഇപ്പൊ ഞാൻ ചൊറുക്കില്ല ഡ്രസ്സ് നനഞ്ഞ് കുളിഞ്ഞ് മഴ കൊണ്ട് മേലട്ടൊക്കെയാണ്. പിന്നെന്താ മഴ ഇപ്പം കണ്ടോ അപ്പുറത്തെ പറമ്പ് കടിക്കാൻ നീ വാ അപ്പൊ നീയുടെ എല്ലാവർക്കും ഞങ്ങളെ ചുട്ടുപണീനെ ഇഷ്ടായോ? നീയോ ആരാ കുട്ടിയാ ഇനി കണ്ടോ നീയോ? ഞാൻ കണ്ടിട്ടോ. അതാ വീഡിയോ ഓൺ ചെയ്തിട്ട് അതിന്റെ അടുത്ത് തന്നെ വരുള്ളൂ. ഞാൻ കണ്ടോട്ടോ. ഇതാണ് എന്റെ വൈദ്യുതി പ്രത്യേകത. ഒരു മിനിറ്റ് ആക്ടിവിറ്റി ഒരു എടാ ഞാനല്ലടാ രാവിലെ വൈകുന്നേരം വരെ പപ്പ വരുവോളെ ജിന്റെ അടുത്തല്ലേ ഭയങ്കര പ്ലേറ്റ് മറിച്ചലാ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയണ എന്താണ്? ഇത് ലിപ്സ്റ്റിക് ഇട്ടല്ലോ കേട്ടോ. ഇത് പറഞ്ഞ മുഖത്ത് കൊതുക് അടിച്ചതാണെന്ന്. ബ്ലഷ് ഇട്ടതല്ലേ? ബ്ലഷ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞത് നമ്മളെ പ്രഗ്നൻസി എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഡെലിവറി സ്റ്റോറിയും ഒക്കെ ഉള്ള പിന്നെ പോസ്റ്റ്മോർട്ടവും ആ ടൈം മരിച്ചതിന്റെ കാരണം ആ ടൈമിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്നാട്ടെ. ഞാൻ പ്രഗ്നന്റ് ആയത് ജൂലൈയിലാണ് അല്ലേ? ജൂലൈ 13-ാം തീയതി. 15-ാം തീയതി പീരിയഡ്സ് ഡേറ്റ്. 19-ാം തീയതി ജസ്റ്റ് നോക്കിയപ്പോ അതിൽ കണ്ട് ജസ്റ്റ് വെറുതെ നോക്കിയത്. എനിക്ക് തലറങ്ങിയപ്പോ ഞാൻ ജാസിനോട് പറഞ്ഞു എനിക്ക് തലറങ്ങണപ്പോ ജാസ് എനിക്ക് എപ്പോഴും അഭിനയിക്കുക പണി. സാധാരണ പീരീഡ്സ് എപ്പോഴും പെയിനാണ്. പെയിൻ ഉണ്ടാവുന്നത് നല്ല പെയിൻ ഉണ്ടാവുന്നത്. അപ്പൊ ആ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കണം എന്താ പീരീഡ്സിന്റെ തലകറക്കോ ഓൾറെഡി അതിന് ഉണ്ടാവലുണ്ട്. അപ്പൊ ജാസിന്റെ വിചാരം അതാണ്. ബൈക്കുമ്പോ നോക്കി എനിക്ക് തലറങ്ങിയിട്ട് ഞാൻ മിണ്ടാതിരുന്ന് ഇങ്ങനെ ഉറുക്കി പിടിച്ചുമ്പോ ഉണ്ടാവാന്ന്. എന്നിട്ട് പിറ്റേന്ന് ഉമ്മച്ചി സാധനമൊക്കെ കൊടുത്തേക്കാന് ജാസി ഞാനോ വാങ്ങാൻ പോകാനും മാറ്റി സാധനം അപ്പൊ പോവാന് കമ്പനിന്ന് ഉച്ചക്ക് ലീവ് എടുത്തുകാണ്ട് ഞാൻ റീനു പോലെ പ്ലാനിങ്ങിലായിരുന്നു. അപ്പൊ റീനു പറഞ്ഞു എനിക്ക് വയ്യ. ഞാൻ പറയും പോന്നയ്യേ. എന്നിട്ട് മാറ്റി ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ തന്നെ എനിക്ക് വീക്കണില്ല. ഡ്രസ്സൊക്കെ മാറ്റിട്ട് ഫുഡ് എന്തോ കുക്കറിൽ എന്തോ കൂട്ടാണ്ട് ഫുഡ് ഉണ്ടാക്കിയ ചിക്കന് കപ്സ എന്നിട്ട് ജാസി തിന്നു പാവം. ഗതി ചേർന്ന് തിന്നണ നാട്ടിൽ പോയാൽ ചേർന്ന് നടക്കണം എന്നല്ല അങ്ങനെ കഴിക്കണ്ടല്ലോ. അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു എന്തും കഴിക്കും. പിന്നെ ഞാൻ ജാസിനോട് പറഞ്ഞു ജാസി വരുമ്പോ ഒരു കിറ്റ് കൊണ്ടുവരികയായിരുന്നു. ഓണക്കിറ്റ് അല്ലട്ടോ, നമ്പർ കിറ്റാ. ഇതിങ്ങനെ പോണേ 2 മണിക്കൂറാവും. പ്രഗ്നൻസി കിറ്റ് കൊണ്ടുവരാൻ അതിൽ വന്നു. ഞങ്ങള് ജസ്റ്റ് നോക്കി. അപ്പൊ നോക്കിയപ്പോ അൺഎക്സ്പെക്ടഡ്ലി 2 പേരങ്ങനെ വന്നു. അപ്പൊ ഞങ്ങളെ നിയോ വയറ്റിലിരുന്നാണ്ട് എന്നിട്ട് പിന്നെ എനിക്ക് പോകാൻ കഴിയണില്ല. പിന്നെ ജാസിന്റെ ഫ്രണ്ടിനെ കൂട്ടി പോയി. പിന്നെ നമ്മൾ ഉച്ചക്ക് നോക്കിയോണ്ട് കറക്റ്റ് ആയില്ല. അല്ല രാവിലെ നോക്കുമ്പോഴാണ് കറക്റ്റ് അറിയാ. വീണ്ടും ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ച് 20-ാം തീയതി ഞായറാഴ്ച രാവിലെ നോക്കി. എന്നിട്ട് ഞങ്ങളന്ന് നോക്കി. അപ്പൊ വീണ്ടും എന്നിട്ട് പിന്നെ ഞങ്ങള് നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർ കുഴപ്പമില്ല, ഫസ്റ്റ് ഛർദി ഉണ്ടാവും അതുണ്ടാവും ഒക്കെ നല്ലതിനാണ്, ഛർദി ഉള്ളവർക്ക് നല്ലതാണ്, ഇതാണ് അതാണ് പറഞ്ഞു എന്നോട് കുഴങ്ങിട്ട് ഞാൻ അപ്പൊ എന്നിട്ട് പിന്നെ എന്താ കരിമ്പ് ജ്യൂസ് നല്ല ടേസ്റ്റിന് കരിമ്പ് ജ്യൂസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പറ്റ വയ്യാതായി വരലെടുത്ത്. അപ്പൊ പിറ്റേന്ന് ജാസി ഉമ്മച്ചിനോട് വരാൻ പറഞ്ഞു. ഉമ്മച്ചി വന്നു. നമ്മളൊരു 10-25 ദിവസം ഉമ്മച്ചി ഇവിടെ നിന്നു. അതിന്റെ ഇടക്ക് പിന്നെ ഞങ്ങള് ഇങ്ങനെ ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യണം. നിയോ ബേബിക്ക് അപ്പൊ എന്താണ് ഗ്യാസ് ഇങ്ങനെ കേറും ഇങ്ങനെ ഇറങ്ങും കേറും ഇറങ്ങും. ഫസ്റ്റ് പ്രഗ്നന്റ് ആണ് അറിഞ്ഞപ്പോ തന്നെ എന്റെ വയറൊരു 5 മാസം ആയാലും പോലെ ഉണ്ടായില്ലേ. 5 മാസമായപ്പോ ചുരുങ്ങിട്ട് വയറുള്ളത്
നീ വന്തം ലാസ്റ്റ് ഓഗസ്റ്റ് 8-ാം തീയതി നമ്മളോട് ചെല്ലാൻ സത്യം പറഞ്ഞ അടങ്ങി നിൽക്കില്ല അവളോട് എങ്ങനെ ഇങ്ങനെ ആട്ടി കളിക്കണം നിൽക്കില്ലെങ്കിൽ അടങ്ങി നിൽക്കൂല ടീച്ചറോടെ അതൊക്കെ കാര്യം. അപ്പൊ ഓഗസ്റ്റ് 8-ാം തീയതി നമ്മളോട് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞു. സ്കാനിങ് ഫസ്റ്റ് സ്കാനിങ് ഹേർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിച്ചു തരാറ്. അതിന് പോയി സ്കാനിങ് കൊടുത്തു. അതിലൊരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് നാട്ടിൽ പോകണം. ഞങ്ങൾക്കല്ല എനിക്ക് നാട്ടിൽ പോലെ മസ്റ്റാണ്. കാരണം ഇവിടെ അടച്ചിട്ടിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു കേട്ടോ. ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുക, ആരുമില്ല. നാട്ടിലാണെങ്കിൽ നമ്മളെല്ലാരും ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കാണാനൊക്കെ വരുമല്ലോ, ഓലിയില് എന്നൊക്കെ പറഞ്ഞു അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വിടും. അപ്പൊ നമുക്കൊരു ഇതാണ് തോന്നുന്നില്ലല്ലോ, പെട്ടെന്ന് ആക്റ്റീവ് ആവുമല്ലോ. ഇത് ഈ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. കിച്ചണൊക്കെ എടുത്തത് കൊണ്ട് സ്മെല്ല് പറ്റണില്ല. എന്നിട്ട് ഞങ്ങൾ റിസ്ക് എടുത്ത് 10-ാം തീയതി ബസ്സിന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോവാ. അതൊരു വല്ലാത്തൊരു യാത്രയായിരുന്നു, ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന യാത്ര. നമ്മൾ പഠിച്ച പണി പറഞ്ഞു നമുക്ക് ഐരാവതിന് പോകും. നല്ല വൃത്തിയുടെ സർവീസാണ് ബസ്സിന്റെ. നിലമ്പൂർ ടു അല്ലേ, വൈക്കടവ് ടു ബാംഗ്ലൂർ ടു വൈക്കടവ്. വൈക്കടവില്ല ബസ് സെമി സ്ലീപ്പർ ആണ് പറയും. കുതിരവണ്ടി മയിലാറ് സുഖത്തിൽ പോകാം, അങ്ങനത്തെ ഒരു ബസ് അത്. വൃത്തികെട്ട ബസ് പറഞ്ഞ പഠിക്കുക. പക്ഷെ ഇനി നമ്മൾ ആ റൂട്ടിന് പോകൂല. ഏത് റൂട്ടാ? ബാലുശ്ശേരി, ഓമനശ്ശേരി, എന്തൊക്കെയോ ശരി. ആ റൂട്ടാണ്. കോഴിക്കോട് താമരശ്ശേരി ചുരം അല്ലല്ലേ, എന്ത് കുറ്റിയടി ചുരം. വഴി പോയി മീൻസ് അല്ല, പകുതി എത്തിയപ്പോ ചുരക്കുമ്പോ വണ്ടിയുടെ കത്തി മീൻസ് പുക ഇങ്ങനെ വരിക, ക്ലച്ചിന്റെ ഉള്ളിൽ നിന്ന് പുക വന്നിട്ട് ഡ്രൈവർ നിർത്തണില്ല. ബാത്റൂമുള്ള ബസ് ചെയ്ത് അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ പുക ഫുള്ള് വന്ന് പുറത്ത് പോകാൻ ലേസി ബസ് അല്ല, അപ്പൊ പുറത്തേക്ക് ഫുള്ള് ഛർദിക്കായി. എന്നിട്ട് ഞങ്ങൾ എല്ലാരും പറഞ്ഞിട്ട് ബസ് നിർത്തിയതോല്. ഞാൻ ബസ് നിർത്തിപ്പിച്ച് അനിയൻ വന്ന് അരീക്കോട്ടേക്ക് ബാവ് വന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ കാരണം. പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വിചാരിച്ചു. നമ്മള് മഞ്ചേരി കാണിക്കാൻ വിചാരിച്ചത് കേട്ടോ. എന്താണ് ഹോസ്പിറ്റലിൽ? പ്രശാന്തി. എന്റെ മൂക്കിന്റെ ഇത് കഴിഞ്ഞ സർജറി കഴിഞ്ഞ ഹോസ്പിറ്റലില്. അപ്പൊ അവിടെ ചെന്നു, ഡോക്ടറെ കണ്ടു. ജാസിക ഡോക്ടറെ ഇഷ്ടമായില്ല. വയസ്സായ ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്. അതെന്താ ജാസിനെ പോലെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കണം ഡോക്ടർമാർക്ക്. ഇപ്പൊ അതിനല്ല ഇപ്പൊ നേരം ഉണ്ടാവുക. ഓൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതിനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മളൊന്ന് സ്കാനിങ് എടുത്തു കേട്ടോ. കാരണം ബസ്സിൽ അത്രയും ഇതായി വന്നോണ്ട്. അപ്പൊ നിയോബിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു, സേഫാണ്. പിന്നെ പിന്നത്തെ ചെക്കപ്പിന് നമ്മള് പോയത് 3-ാം മാസത്തിലാണ്. പിന്നെ ഹോസ്പിറ്റൽ മാറ്റി ഞങ്ങള് വടകരയിലാക്കി. ശാന്തി മാഡം വെരി വെരി ഗുഡ്. മാഡത്തിക്കല്ല, ഹോസ്പിറ്റലത്തെ പ്രമോഷൻ ഒന്നല്ല. എനിക്ക് ഒരു പൈസ ഒന്നും തന്നിട്ടില്ല. പൈസ കൂടുതൽ വാങ്ങിയിട്ടാണ് നമ്മളത്. അല്ല, നമുക്ക് ഇൻഷുറൻസ് അല്ലേ. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിട്ടോ. ഫസ്റ്റ് പൈസ പേ ചെയ്യാ, പിന്നെ കമ്പനി നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും അധികമായിട്ടില്ല. ഞാൻ 4 ഡേറ്റ് അഡ്മിറ്റ് ആയിക്കണില്ലേ, 4 ഒക്കെ ഇൻഷുറൻസ് കമ്പനിയെ കൊടുത്തത്. ജാസിന്റെ കമ്പനിക്ക് ഇന്ന് കിട്ടുകയാണ് നല്ല നഷ്ടം. ഞാൻ മാത്രം ഇൻഷുറൻസ് എടുക്കണേ. എന്നിട്ട് പിന്നെ 3-ാം മാസമായി ഞങ്ങൾ ചെക്കപ്പിന് പോയി. അന്ന് ജാസി ഇല്ല, ഇനി സാലുവിന്റെ അപ്പൊ പിന്നെ പോക്കുടങ്ങി. ജാസി വണ്ടി അവിടെ കൊണ്ടുപോയിട്ടൊക്കെ എന്നും ഞങ്ങള് ഇവിടെ പോകും, ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിലേക്ക് പോകും, പിന്നെ ഗ്ലൂക്കോസ് കയറ്റും, ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ കയറ്റും, പിന്നെ വരും മാറും. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ലക്ഷദ്വീപ് പോയിട്ട് 4 മാസത്തെ കഴിഞ്ഞപ്പല്ലേ, 5 മാസമല്ല 4 മാസം കഴിഞ്ഞ് 5 മാസത്തേക്ക് ചാടിയപ്പോ അത് ടിക്കറ്റ് ഞങ്ങൾ ജൂണിൽ എടുത്തുകൊണ്ട് കേട്ടോ. ജൂലൈയിലാണ് പ്രഗ്നന്റ് ആയത്. ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയതുകൊണ്ട് പകരം ഒരാളെ വിടാനും പറ്റൂല, ക്യാൻസൽ ചെയ്ത് നമ്മളെ പൈസയും പോകും. അപ്പൊ ആകെ ഡിപ്രഷനിലായി. ജാസി പറഞ്ഞു ഇത് പോരൊന്നും പറ്റൂല പറഞ്ഞു. ജാസിന്റെ റിസ്കിലാട്ട് എന്നെ കൊണ്ടുപോയത്. എനിക്ക് നല്ല പേടി. എന്ത് പറ്റാനാ? അല്ലേ, നമുക്ക് അറിയില്ലല്ലോ. എനിക്ക് ക്ഷീണമായി എന്നിട്ട് പിന്നെ ഫ്ലൈറ്റ് കയറണം. ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അടച്ചോനെ, ഈ തന്നന്റെ പോലെ പോയിക്കണേ. എന്നിട്ട് പറയാ അത് ലാൻഡ് ചെയ്യുമ്പോ അതിന്റെ 2 ടയർ തെറിച്ചിങ്ങാണ്ട് പോകും, പൊന്തുമ്പോ ടയർ ഇങ്ങനെ ആകും. ഇല്ല, ഫ്ലൈറ്റിന്നൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഭയങ്കര ചടപ്പേനു ഫ്ലൈറ്റിൽ ഇരിക്കാന്. ഇങ്ങനെ ഒരു വെള്ളം മാത്രം കാണും. പിന്നെ തെങ്ങും മറ്റേ കടലിങ്ങനെ കാണിച്ചു ബഹിരാകാശൊക്കെ കണ്ടില്ലേ അങ്ങനെ പോകുമ്പോ. ശരിയാണല്ലേ, ഞാൻ വിചാരിച്ചു ചന്ദ്രക്കണ് പോയാലോ അങ്ങനെയാണ് പോക്ക്. അങ്ങനെ പോയിരുന്നില്ല ചിലപ്പോ ചന്ദ്രക്കൊക്കെ. പിന്നെ അന്നാണെങ്കിലോ മഴ. എന്നിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യണ്ട് ഹിന്ദിയിലൊക്കെ എന്തൊക്കെയാ പറയണേ, എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. ജാസി അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് ഹിന്ദിയിൽ പറയണോണ്ട് എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. ഇവലെ ഇംഗ്ലീഷ് ആണെങ്കിൽ മനസ്സിലാവൂല. എന്നിട്ട് ജാസി
ഇപ്പൊ നല്ല കാലാവസ്ഥ അതാണ് മുന്നറിയിപ്പ് തരികയാണ്. പൊട്ടിത്തെറിക്കും. നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്യുക, നമ്മൾ വേറെ എയർപോർട്ടിലാ ലാൻഡ് ചെയ്യുക, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ അങ്ങനെ ലാസ്റ്റ് ലക്ഷദ്വീപ് എത്തി. ലക്ഷദ്വീപ് എത്തിയപ്പോ മുതല് പഠിച്ചോന്റെ ഹൈറൈറ്റ് നല്ല മഴ. ഞങ്ങള് പോകുന്നത് തിരിച്ച് ഫ്ലൈറ്റ് കയറുവോളം. പിന്നെ അവിടെ ലാസ്റ്റ് ദിവസം ഞാൻ റൂമിൽ തന്നെയാണ്. പക്ഷെ ഞാൻ എന്നാലും വീഡിയോയിലും ഫോട്ടോയിലൊക്കെ ആക്റ്റീവായി ഇങ്ങനെ നിൽക്കുമെങ്കിലും അതിന്റെ പിന്നാമ്പുറ കാഴ്ച എന്ന് പറഞ്ഞിട്ട് എടുക്കണ്ടീനി ആദ്യം. നീയോ ഇതെന്താ ഇതാരാ എന്താ എടുക്ക നോക്കുന്നത്? ഇത് പിടിച്ചു മറ്റേ ടീച്ചറടെ. എന്നിട്ട് ലക്ഷദ്വീപിന് അത് കഴിഞ്ഞ് പിന്നെ നമ്മള് നാട്ടിലെത്തിയാരെ 5 മാസമായി സ്കാനിങ്ങിന് ചെല്ലാൻ പറഞ്ഞു. അന്ന് ജാസ്തി വന്നുട്ടോ, കാരണം എന്റെ ബർത്ത്ഡേ ആണ്. November 14 കറക്റ്റ് ഡേറ്റ് വന്നത് എന്റെ ബർത്ത്ഡേന്. പക്ഷെ അതിന്റെ തലേന്ന് സാലു ഗൾഫിൽ പോവാണ് 11 അന്ന് അന്തിക്ക് എനിക്കൊരു കാലുവേദന വന്നു. പിന്നെ വീട്ടിൽ പോയി, ഞങ്ങൾ അന്തിക്ക് പോയാലും ഞങ്ങൾ വീട്ടിൽ തന്നെ വന്നു. എന്നിട്ട് കാലുവേദനന്റെ ശക്തി കൂടി വരാൻ തുടങ്ങി. പിറ്റേ ദിവസം രാത്രി ആയപ്പോഴത്തേനും ബാവു വന്നു. എന്നിട്ട് ബാവു ഉപ്പച്ചെന്നെ കാർക്ക് എടുത്തിട്ടു. കാറിൽ നിന്ന് തന്നെ കാഷ്വാലിറ്റിക്ക് എടുത്തിട്ടു. കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ ഇഞ്ചക്ഷൻ അടിച്ച് എന്നിട്ട് നടത്തിച്ചു ഇവളൊക്കെ ചവിട്ടാൻ വയ്ക്കില്ല. പിന്നെ അങ്ങനെയായി. പിന്നെ അന്ന് തുടങ്ങിയ കാലുവേദന കേട്ടോ. പിന്നെ ഛർദിയൊക്കെ വേറെ ഉണ്ട്. ഛർദി ഗ്യാസ് അത് സൈഡായി ഇങ്ങാണ്ട് വേറെ ഉണ്ട്. ഗ്യാസിന്റെ ഗുളിക രാവിലെ കുടിക്കണം, രാത്രിയും കുടിക്കണം, 4 ഗ്യാസ് കയറും. ഛർദിന്റെ ഗുളിക രാവിലെയും കുടിക്കണം, രാത്രി കുടിക്കണം, 4 ഛർദിക്കും. അതൊന്നും പിന്നെ കുഴപ്പമില്ലേനെ. ഗ്യാസിന് ഭയങ്കര പ്രശ്നം. ഗ്യാസ് കയറണ എങ്ങനെ ചോദിച്ചാൽ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വരും ഒരു വേദന. ഇറങ്ങലില്ലല്ലോ, കയറി മാത്രമേ നിൽക്കലുള്ളൂ. ഈ സൈഡിൽ കൂടെ വരുമ്പോ ഞാൻ അറ്റാക്കാ വിചാരിച്ചു. പിന്നെ അങ്ങനെ കൈയടക്കം ഇങ്ങനെ പൊന്തിച്ചു നോക്കുക. അറ്റാക്കല്ല, സമാധാനം. അങ്ങനെ കണ്ടോ? എനിക്ക് പൊന്തൂലേ കാരം. കൈ പൊന്തിയിട്ടില്ലെങ്കിൽ അറ്റാക്കാണല്ലോ. ആ കൈയല്ലേ, ഈ സൈഡിലാണ്. എന്നിട്ട് പിന്നെ 5th month സ്കാനിങ്ങിന് ഞാനും ജാസിയെ പോയത്. നമ്മള് വടോർ ഹോസ്പിറ്റലിൽ എടുത്തതില്ലേ സ്കാനിങ് ഉണ്ടായിനി. എന്നിട്ട് അന്ന് സരസ് 5 സ്കാനിങ് ടോട്ടൽ. പക്ഷെ എനിക്കൊരു 8 എടുത്തിക്കണോ. അത് സ്കാനിങ് അല്ലല്ലോ, അത് അവിടെ നിന്ന് അടുത്ത് വടോർത്തുനിന്ന് 3-ാം മാസം. അങ്ങനെ കൊറേ ടെസ്റ്റ് ഒക്കെ ഉണ്ടായി. പിന്നെ എന്ന് ഷുഗർ നോക്കും ലാസ്റ്റിക്ക് അത് പറഞ്ഞുതരാം. ഷുഗർ നോക്കി കൊറേ ബ്ലഡ് കഴിഞ്ഞിരിക്കുന്നു. അതെന്താ ചോദിച്ചാല് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഗ്ലൂക്കോസ് തന്നു, ഒരു ഗ്ലാസ് ഗ്ലൂക്കോസ് കുടിച്ചാണ്. അപ്പൊ അതിലൊരു ഇത്തിരി ഷുഗർ കാണിച്ചു. പിന്നെ എന്നും ഷാനി ഡോക്ടർ ഷുഗർ നോക്കിച്ചു. നമുക്കും വേണ്ടിയാണ്, ഡോക്ടർക്കും വേണ്ടിയല്ല അല്ലേ. ഇത് സ്കാൻ നമ്മള് വടോർത്ത് നടടുത്തത്. പക്ഷെ ഡോക്ടർ എനിക്കൊന്നും കാണിച്ചൊന്നും തന്നില്ല. നല്ല സങ്കടമുണ്ട്. ഞാൻ നല്ല എത്തി ഇങ്ങനെ നോക്കി. ഞാൻ മനസ്സിലാക്കി ആൺകുട്ടിയാണ് നീ വേണമെന്നൊക്കെ പറഞ്ഞില്ലേ. ഞാൻ പിന്നെ ചോദിച്ചിട്ട് വിചാരിച്ചു എന്ത് കുട്ടിയുടെ ഡോക്ടറെ. പക്ഷെ നമ്മള് കിടക്കുന്ന നേരെ മുന്നിൽ എഴുതി വെച്ചിരിക്കണം. എന്താണ് ലിംഗനിർണയം ചോദിക്കുന്നതോ ഇന്ത്യൻ നിയമപ്രകാരം 1996 പ്രകാരം അങ്ങനെ കണ്ടോ, അങ്ങനെ എന്തൊക്കെ ഉണ്ട് വർഷം പ്രകാരം ശിക്ഷാർഹമാണ്. അങ്ങനെ എഴുതി വെച്ചിരിക്കണം. എനിക്ക് പേടിയായപ്പോ ഞാൻ ചോദിച്ചില്ല. എന്നാലും ഞാൻ ഡോക്ടറെ നോക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ നോക്കും. പുള്ളി നമുക്ക് കാണിച്ചു തരൂല. എന്റെ കഴിവേറ്റ് ഞാൻ നോക്കും. എന്നിട്ട് സ്കാനിങ് എടുത്തു. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ന് ഞങ്ങള് ഷാനി ഡോക്ടർ ഇല്ലേനി കേട്ടോ. ഷാനി ഡോക്ടർ ഇല്ലേനി. അപ്പം നമ്മള് സരസ് ഡോക്ടറെ കാണിച്ചു. പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. നമ്മള് വീട്ടിൽ പോയി. പക്ഷെ അന്നിന്റെ ബർത്ത്ഡേ കൊണ്ട് ജാസിന്റെ ഉണ്ടല്ലോ ഈ അറ്റ്മോസ്ഫിയർക്ക് സർപ്രൈസ് തരാൻ കൊണ്ടുപോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ബുക്കൊക്കെ ചെയ്ത് എന്നിട്ട് സർപ്രൈസ് ഒക്കെ ചെയ്തിക്കണം കേട്ടോ. ചെയ്യാനൊക്കെ സെറ്റ് ആക്കിന്. പക്ഷെ എനിക്ക് കാൽവേനയും കൊണ്ട് കാല് തൂക്കിടാൻ പറ്റിയതുകൊണ്ട് ജാസി കൊണ്ടുപോയില്ല. എന്നിട്ട് പിന്നെ ഞങ്ങള് കേക്ക് വേൾഡ് കയറി ഒരു കേക്ക് അങ്ങ് അവിടെ നിന്ന് മുറിച്ചാണ്ട് നേരെ പെരിക്ക് പോയി. പിന്നെ 6th month പിന്നെ കല്യാണത്തിന്റെ അല്ലേ. അതിന് മുന്നേ ഞാൻ ബാംഗ്ലൂർക്ക് വന്നീന്. 7th month എന്നെ കാണാൻ പൂതിയാകാന്ന് വിളിച്ചു. ഇച്ചാണ് കാണാൻ പൂതി തന്നെ കേട്ടോ. എന്നെ കാണാൻ പൂതിയാകാണ്. പിന്നെ അതല്ല ബാംഗ്ലൂരത്തെ പാനിപ്പൂരി ബാംഗ്ലൂരത്തെ ബിരിയാണി നിനക്ക് ബാംഗ്ലൂരത്തെ ഫുഡ് ഇവിടുത്തെ തിന്നു പോയതൊക്കെ ഇങ്ങനെ തിന്നാൻ പൂതി. എന്നിട്ട് മാനൊക്കെ മൈസൂരിട്ട് കാർ കൊണ്ടുവന്നാക്കി. അവിടെ ഞങ്ങൾ ട്രെയിനിൽ ബാംഗ്ലൂർക്ക് വന്നു. ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ വന്നു. പിന്നെ ഒരു 10-15 ദിവസം ബാംഗ്ലൂരിലായിന്. പിന്നെ ജാസിന്റെ ഇവിടെ നടക്കൂല പറഞ്ഞു ആട്ടി വിട്ടേക്കാണ്. ഒറ്റക്ക് ഭയങ്കര സീനാണ്. ഗ്യാസ് ഇങ്ങനെ കേറുന്നോണ്ട് ഗ്യാസിന് ഭയങ്കര പേടി.
ഗ്യാസിന്റെ ഇഷ്യൂ നല്ലോണം ഉണ്ടായിരുന്നു. എന്റെ ഗ്യാസ് കുറ്റിയാണിത്. ഗ്യാസും കുറ്റി എന്നൊക്കെ പറയും നോക്ക്. ഗ്യാസും കുറ്റിയാണ് നമ്മളെ നിയോ ഗ്യാസ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് ജാസി വന്നു. കല്യാണത്തിന് ജാസി പോയിട്ടോ. പിന്നെ ജാസി ജനുവരിയിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല, ജനുവരിയിൽ വന്നിട്ടില്ല. പിന്നെ ജാസി ഫെബ്രുവരിയിലൊക്കെ വന്നത്. വാലന്റൈൻസ് ഡേ അന്നിന് പിന്നെ പിറ്റത്തെ ചെക്കപ്പ് അല്ലേ. അന്ന് ഞാൻ ജാസിക്ക് സർപ്രൈസ് ഒക്കെ ഒരുക്കിട്ടോ. മരത്തക്കടക്ക് ഞാനോ അതന്നെ. ജാസി എനിക്ക് സർപ്രൈസ് ഒരുക്കി കോഴിക്കോടേ. അറ്റ്മോസ്ഫിയറിൽ നല്ല രസമാണ് ആംബിയൻസും എല്ലാം. പക്ഷെ എനിക്ക് പൈസ ഇട്ടപ്പിച്ച് ഭയങ്കര ഇടങ്ങാറായി. അത്രയും പൈസക്ക് എത്രമാനം ഷവർമ്മ, എത്രമാനം അത് തിന്നാ, എത്രമാനം ഇത് തിന്നാ, അങ്ങനെ ആലോചിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അന്ന് ചെക്കപ്പ് കഴിഞ്ഞ് പോകുന്നില്ലേ 7 മാസം. പിന്നെ 8 മാസമായി. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പത്തിനും സൂചികനെ കുത്തല്ലേ. പിന്നെ 8 മാസത്തിലാണ്. പിന്നെ 8 മാസം പറയുമ്പോ നോമ്പിനേന് കഴിച്ചില്ലേ നോമ്പോക്കാതെ നോമ്പ് നോറ്റ് വീട്ടാണ്ട്. ഇനി പിന്നെ ഒരു 6 മന്ത് ഫുഡ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം. ഞാൻ ഇങ്ങനെ കട്ടിയതാണ്, മുടി തത്തിയതാ. എന്നിട്ട് നോമ്പിനാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ മാസമായിട്ടോ. പിന്നെ നോമ്പിന് ഫസ്റ്റ് ഗ്യാസ് കയറും, പോയി അഡ്മിറ്റ് ആവും, പ്രസവമല്ല തിരിച്ചു പോരും. ഗ്യാസ് കയറും, അഡ്മിറ്റ് ആവും, പ്രസവമല്ല തിരിച്ചു പോരും. ഗ്യാസ് കയറും, അഡ്മിറ്റ് ആവും, പ്രസവമല്ല തിരിച്ചു പോരും. അങ്ങനെ 3 വട്ടം പോയി. 4ാമത്തിൽ ജാസി ഉണ്ടായിനി. ഒരട്ടം ജാസി പിന്നെ വന്ന് പോയി 3ാമത്തിൽ. പിന്നെ ജാസി ലീവ് എടുത്തു. മാർച്ച് 9 തൊട്ട് ജാസി ലീവ് ചെയ്യുന്നു. ജാസി 15-ാം തീയതി പ്രസവിക്കും പറഞ്ഞോണ്ട്. പക്ഷെ 15-ാം തീയതി പോയി. ഓല് പറഞ്ഞു ആയിട്ടില്ല പോയിക്കോർ. പിന്നെ 9-ാം തീയതി ലീവ് ചെയ്യുന്നു. പിന്നെ ജാസിന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ. ഞാൻ പറഞ്ഞു ജാസി ലീവ് എടുത്തളി കുഴപ്പമില്ല, പക്ഷെ നിങ്ങള് ഉണ്ടാവുമ്പോ ഒരു ആശ്വാസമാണല്ലോ. അങ്ങനെ പിന്നെ നമ്മളോട് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞിനി, ലാസ്റ്റ് ഇത് ചെക്കിന് പോയപ്പോ കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ലാന്നോ അങ്ങനെന്തോ പറഞ്ഞിട്ടില്ലേനോ ലാസ്റ്റ്. തിരിഞ്ഞിട്ടില്ലെങ്കിൽ സി സെക്ഷൻ ആവും അങ്ങനെയൊക്കെ പറഞ്ഞു. അത് പിന്നെ ഡോക്ടർമാരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി തിരിഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ എന്താണ് വേറെന്തോ പറഞ്ഞല്ലോ. ഡോക്ടർ മാത്രല്ലോ പറഞ്ഞത്. പിന്നെ കൊറേ ആൾക്കാർ കളിയാക്കിട്ടോ അമ്മച്ചിനൊക്കെ. എന്റെ അമ്മച്ചിക്ക് 2 സി സെക്ഷൻ ആയിന് അന്നത്തെ കാലത്ത്. ഇപ്പൊ എത്ര കൊല്ലായി? 28 കൊല്ലം. എന്റെ കാക്കാന് ഇന്ത്യ ഞങ്ങൾ 2 ഓപ്പറേഷൻ ചെയ്യട്ടോ. പാവുണ്ട്. അന്നത്തെ കാലത്ത് ഓപ്പറേഷൻ പറയുമ്പോ അത്രയും വലിയതാണ്. പിന്നെ ചിലവര് പറയും പണിയെടുക്കായിട്ടാണ് ഓപ്പറേഷൻ ചെയ്യണേന്നൊക്കെ പറയും. എന്റെ അമ്മച്ചൊക്കെ അത്രക്കും പണിയെടുത്തിക്കണം. എന്നിട്ടും പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്. പിന്നെ നമ്മൾ കുട്ടീനെ രക്ഷിക്കാൻ എത്ര ഇതായാലും ഡോക്ടർമാര് 4 ദിവസമൊക്കെ ഇന്ത്യന് വേണ്ടിയാണ് വേദന സഹിച്ചിക്കണല്ലോ. 10-ാം തീയതി അഡ്മിറ്റ് ആക്കി 14-ാം തീയതിയാണ് ഇന്നെ ഓപ്പറേഷൻ ചെയ്തത്. ടെക്നോളജി ഇല്ലല്ലോ. എന്നിട്ട് കുറെ ആൾക്കാർ കളിയാക്കി കേട്ടോ. കുറെ ആൾക്കാർ പറഞ്ഞു അനക്കും ഓപ്പറേഷൻ അല്ലേ, അപ്പൊ എന്റെ മകൾക്കും ഓപ്പറേഷൻ ആയിക്കാരം പറഞ്ഞവർക്കൊക്കെ മനസ്സിലാവും. കളിയാക്കിയാണ്ടേ. പിന്നെ ഇപ്പച്ചിനോട് ഓരോരുത്തരൊക്കെ ചോദിച്ചിന് ഓക്ക് ഓപ്പറേഷൻ ആയിക്കൊണ്ട് ഓപ്പറേഷൻ ആവും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ചിലവർ പറയും ഓപ്പറേഷൻ ആയാലും എന്താ പേടിച്ചണ്ടല്ലോ, മാറുമല്ലോ. ഓപ്പറേഷൻ ആയാലും പ്രസവമായാലും എനിക്ക് എന്തായാലും കുഴപ്പമില്ല ഇനി. കാരണം നമുക്ക് കുട്ടീനെ ശരിക്ക് കിട്ടാന്ന് ഇനി നമ്മളതില്ല ജാസിയ. അത്രേ ഉള്ളൂ. ഓപ്പറേഷൻ ആയാലും പ്രസവമായാലും ഞാൻ എന്നെ വേദന സഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർ കുടുംബക്കാർ ആരും സഹിക്കണില്ല എന്താണെങ്കിലും. പിന്നെ അതേപോലെ ഞങ്ങളൊരു പരിപാടി നടത്തിയിട്ടില്ല ഇനി. 7th month സെറമണി ഒക്കെ ഉണ്ടായിനി. എന്താ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങ് അതൊക്കെ ഉണ്ടാക്കായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇടങ്ങാറായിനി. അല്ല ഓലിക്ക് വരുന്ന കുറ്റം പറയാനേ. ഇങ്ങനെ കുറ്റം പറഞ്ഞ പിന്നെ ഫുഡ് വെച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിങ്ങണ്ട് പല്ലുള്ളിൽ ഇറച്ചെടുത്തുകൊണ്ട് ചോറിന് ഉപ്പില്ല കേട്ടോ എന്തിന് ഇറച്ചിക്കും. ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ്. ഈ ജാസി വരുമ്പോ മാത്രമുള്ള ജാസിന്റെ വീട്ടിൽ പോവാ. കാരണം എന്താ ചോദിച്ചാൽ ഒന്നാമത് ചോക്കടുത്ത വീട് പറഞ്ഞാല് ഞങ്ങളെ റൂം പറഞ്ഞത് ഞങ്ങളുടെ റൂം പറഞ്ഞാൽ മേലാണ്. അതായത് 2 സ്റ്റെപ്പ് കയറി മേലെ കയറണം. അപ്പൊ അന്ന് റിസ്ക് ആണ്. അതായത് ലാസ്റ്റ് എത്തുമ്പോഴത്തേന് ഒന്നാമത് കാലുവേദന നല്ല ഉണ്ടായതുകൊണ്ട് മേൽക്കാരൻ കഴിയും. ഇതിൽ പൊടുക്കണെങ്കിൽ അടിയിലേക്ക് വരണം. അങ്ങനെയൊക്കെ റിസ്ക് ഉണ്ടായതുകൊണ്ട് ഒന്നാമത് അവിടെ കൊണ്ടാക്കാതിരുന്നു മെയിൻ ആയിട്ട്. പിന്നെ ഒറ്റക്കല്ലേ. പിന്നെ ഒറ്റക്കാണ്. ഇപ്പച്ചി പണിക്കോ. പിന്നെ ബാബു എറണാകുളത്താണ്. അപ്പൊ പിന്നെ എന്തായാലും പെട്ടെന്ന് കൊണ്ടുപോകല്ലേ. മരത്തക്കൊടുവിൽ നമുക്ക് കൊച്ചാപ്പുണ്ട്, അങ്ങനെ വിളിച്ച മാനുണ്ട്, എല്ലാരും ഉണ്ട്. അങ്ങനെ കാറുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഡ്രൈവർമാരില്ല നമുക്ക്. ഭയങ്കര ഹെവി ഡ്രൈവറൊക്കെ ഇല്ലായിരുന്നു. പ്രസം മാത്രം വേദന പേടിച്ചോളൂ ഡ്രൈവിംഗ് ഒക്കെ. അല്ല എനിക്കറിയാം ഓട്ടണം. ABC അല്ലേ? ABC അല്ല ABC. എന്നിട്ട് അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു നോക്ക് ഇവിടെ നിന്നാലെന്താ, ചോക്കാട് നിന്നാലെന്താന്നൊക്കെ. പക്ഷെ ജാസിന്റെ വീട്ടുകാർക്കും ജാസിക്കും കുഴപ്പമില്ല. പിന്നെ വേറെ ഉള്ളവർക്കാണ് അടങ്ങാറ്. പിന്നെ അന്ന് പറഞ്ഞ എനിക്ക് പെരും ചൂട് സഹിക്കാൻ കഴിയണില്ല. AC ചൂട് എന്ന് പറഞ്ഞാൽ നിന്നിങ്ങനെ
ഇങ്ങനെ ഒലിക്കുക. ഞാൻ അമ്മച്ചിന്റെ മാക്സിന് ഫുള്ള് ഇട്ടീന് ഒലിക്കന്നെ വിയർത്ത് ഇങ്ങനെ ഒലിക്കുക. ഫുള്ള് എ സിയിലേനി. അങ്ങോട്ട് കറണ്ട് ബില്ലൊക്കെ ഇരട്ടിയിരിക്കണം മരത്തുംകടവില്. ചോക്കാട് വരികയാണെങ്കിലും എ സി ഓഫ് ആക്കലില്ല. മരത്തുംകടവിലാണെങ്കിലും കറണ്ട് പോകുമ്പോൾ മാത്രമേ എ സി ഓഫ് ആകുള്ളൂ, അല്ലെങ്കിൽ എ സി ഓഫ് ആകലില്ല. ഇനി കറണ്ട് അഥവാ പോയാൽ ഞാൻ അമ്മച്ചിനോട് ചോദിച്ചു, അമ്മച്ചേ നമുക്ക് ജ്വല്ലറിക്ക് എന്തിനേലും പോവാണ്ടോ? എന്തിനാ, അവിടെ എ സി ഉണ്ടല്ലോ, അവിടെ പോയി ഇരിക്കാറുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഞാൻ അമ്മച്ചിനോട് കേട്ടോ. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഇനി ജാസിന്റെ വീട്ടിൽ നിൽക്കാനേ. ജാസി വരുമ്പോ എങ്ങനെ ജാസിനെ കയറ്റല്ലോ അറിയോ? ഇവിടെ 2 സൈഡ് സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ആ കമ്പിമ്മ പിടിക്കും സ്റ്റെപ്പും എന്നിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് കയറി എന്നാൽ അവിടെ വെക്കും. ഫുഡൊക്കെ ജാസി അങ്ങോട്ട് കൊണ്ടുവരും, താഴത്ത് കറങ്ങും. അങ്ങനെയൊക്കെ ഇനി ആ ലൈഫ്. അടുത്തത് രണ്ടാമത്തെ കുട്ടീനെ നിയോക്കൊരു ഹെൽപ്പിന് വേണ്ടിട്ടേ എന്താ അമ്മ പിന്നെ മെച്ചുണ്ടല്ലോ നല്ലോണം പണിയെടുപ്പിച്ചു. ഒരു ഇത്ര അൽപ്പല കുറ്റിച്ചൂലാണ്ടിരിക്കുന്നത് അത്ര ഉണ്ടാവുള്ളൂ, അറിയില്ല ഒന്നും. എന്നിട്ടുണ്ടല്ലോ ആ മെറ്റലില്ല ജാസ്തി. മെറ്റലാണെങ്കിൽ തുടച്ചാലും കിട്ടും, അടിച്ചൊരിയാലും കിട്ടൂല. അങ്ങനത്തെ ഒരു മെറ്റല്. ഈ ചിക്കുവിന്റെ പൂ ചാടിയുണ്ട്. എന്നിട്ട് എത്രങ്ങാനും നേരെ ഞാൻ അടിച്ചോരീന് റബ്ബേ, മണിക്കൂറോളം അടിച്ചോരും. എന്നിട്ട് ഞാൻ സിറ്റോട്ടിൽ വന്ന് ഫാൻ ഇട്ട് കിടക്കും. പിന്നെ എന്താ ചൂടെടുത്തിട്ട് ഒലിക്കും. എന്നിട്ട് ആ ചൂട് വിയർപ്പ് മാറിയ പിന്നെയും പോയി അടിച്ചോരും, ഇതാക്കും, അടിച്ചോരും, ഇതാക്കും. എന്നിട്ട് കുഞ്ഞുവാക്ക എന്നോട് പറഞ്ഞു, പോത്തിന് പുല്ലരിയാൻ പോയി 3 പ്രസവിച്ചോളൂ. അങ്ങനെ എന്നിട്ട് അങ്ങോട്ടാണോലും ഇങ്ങോട്ടാണോലും ഒക്കെ എന്നോട് ചോദിക്കും, ഇതുവരെ കഴിഞ്ഞില്ല എന്റെ അടിച്ചോറിൽ, ഇതുവരെ കഴിഞ്ഞില്ലേ, ഇപ്പോഴാണ് അടിച്ചോറിന് സമയം എടുക്കണത്. ഇതുകൊണ്ടാണ്. എത്ര മാസം കഴിഞ്ഞപ്പോ എന്റേത് പിന്നെ ഞങ്ങള് വളകാപ്പ് എടുത്തിട്ടോ, ഞാനും ജാസി മാത്രം ഇങ്ങോണ്ട്. എനിക്കൊരാഗ്രഹം കൊണ്ട് അങ്ങനെ ജസ്റ്റ്. പക്ഷെ എനിക്ക് വലിയ പരിപാടി ആയതുകൊണ്ട് വളകാപ്പ് സെറ്റ് ആക്കണം വിചാരിച്ചു. പക്ഷെ അപ്പൂത്തിനൊക്കെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയിക്കണില്ലേ, വേദന ഇതൊക്കെ ഇങ്ങോട്ട് ആകെ സീനായി. പിന്നെന്താ, പിന്നെ ലാസ്റ്റ് ചെന്നപ്പോ 15-ാം തീയതി 21-ാം തീയതി ചെന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പൊ നമ്മള് പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാൾക്ക് ചോറൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കരളായി പാലത്തിന്റെ അവിടെ നല്ലൊരു ബൊഗൈൻ വില്ലന്റെ ഒക്കെ ഒരു ലൊക്കേഷൻ ഉണ്ട്, അവിടെ കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ചെന്ന് ലേബർ റൂമിൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങള് ചോറ് വെച്ചിക്കണ്, പിന്നെ ചോറിനോട് കൊണ്ടൊന്നും ചെയ്തിക്കണത്. അന്ന് തറവാട്ടിലേനിടെ പെരുന്നാള്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് ഇവിടെ ഉണ്ടാക്കേണ്ട പറഞ്ഞു. അപ്പൊ തറവാട്ടിൽ നിന്ന് മന്തിയും പിന്നെ സദ്യ ആയിന്. മന്തി ഞങ്ങൾ പോന്നപ്പോ തിന്നു, പിന്നെ സദ്യ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലേക്ക്. ഉണ്ട്. അപ്പൊ ഡോക്ടർ ഉണ്ടായിന്. ഡോക്ടർ പറഞ്ഞു ജാസിനോട്, ഇനിയിപ്പോ കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളി, ആയിട്ടില്ല പറഞ്ഞു. അപ്പൊ ഡേറ്റ് നോക്കിയപ്പോ നാളെയാണല്ലേ ഡേറ്റ് പറഞ്ഞു. അപ്പൊ ഇനി പോവൊന്നും വേണ്ട, ഇനി ഇവിടെ നിന്നോളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് PV ചെയ്ത് നോക്കി. അപ്പൊ പറഞ്ഞു വികസനമായിട്ടില്ല, നമുക്ക് ട്യൂബ് ഇട്ട് നോക്കാം. രാത്രി എത്ര മണിക്ക് നമ്മൾ ട്യൂബ് ഇട്ടേ? 3:30 എടുത്തതാണ്. 4 മണിക്ക്. എപ്പോഴും ഇട്ടത് 12 മണിക്ക് എപ്പോഴും ഇട്ട് എനിക്ക് ഓർമ്മല്ല. ട്യൂബ് ഇട്ട് കഴിഞ്ഞ അപ്പൊ ട്യൂബ് ഇട്ട് വേറൊരു പെണ്ണ് ഞാനുണ്ട്. എനിക്ക് കഴിയണില്ല. എനിക്ക് ഒന്നാമത് ഗ്യാസ് കയറുക, ആ വേദന ഈ വേദന, ആകെ ശരീരം ഫുൾ വേദന. അപ്പൊ എന്നിട്ട് ആ സിസ്റ്റർ അമ്മച്ചിനോടും ജാസിനോടും പറഞ്ഞു, ഒക്കെ തീരെ കഴിയണില്ല തോന്നണ്, ഓളോട് കഴിയണില്ലെങ്കിൽ ഞങ്ങൾ വന്നെടുത്ത് തരാറുണ്ട് കേട്ടോ. പക്ഷെ ആ പെണ്ണ് നല്ലൊളിക്കാതെ പോയി. ഞാൻ നല്ലൊളിച്ചല്ല, അങ്ങനെ ഒരു നിരങ്ങി മൂള അവസ്ഥയേനി. എന്നിട്ട് റൂമുക്ക് പോയിട്ട് നേരെ 4 മണി ആവണില്ല. എങ്ങനെ നോക്കിയാലും ഉറക്കം വരില്ല, 4 മണി ആവണില്ല. പിന്നെ 4 മണിയായി എങ്ങനൊക്കോ. നമ്മള് ലേബർ റൂമുക്ക് പോയി. 4 മണി സിസ്റ്റർ എടുത്തൊക്കെയാണ്, പുറത്തേക്ക് ചാടി വന്നിട്ടില്ല. പിന്നെ ആ എടുത്തു. അത് കഴിഞ്ഞേക്ക് പിന്നെ പോയി ചായ ഒക്കെ കുടിക്കാൻ പറഞ്ഞു. പിന്നെ വയറേകി. അത് കഴിഞ്ഞു ചായ കുടിക്കാൻ പറഞ്ഞു. ചായ എന്തേലും നൂൽപുട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു. നൂൽപുട്ട് തിന്നു ഞാൻ. അത് ജാസി ക്യാൻറ്റീന്ന് വാങ്ങി വന്നു. എന്നിട്ട് പിന്നെ 8:30 ആയപ്പോ ലേബർ റൂമിൽ കയറ്റിന്നെ. എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. രാത്രിയൊക്കെ എനിക്ക് പെയിൻ വരുന്നുണ്ട്, പക്ഷെ ഭയങ്കര ഹെവി പെയിൻ അല്ല. ഇങ്ങനെ വരും, ഇങ്ങനെ പോകും, ഇങ്ങനെ വരും, ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. അങ്ങനെ ഒരു എനിക്കറിയില്ല. ഇങ്ങനെ കേറ്റി ഞങ്ങള് ചോറും കഴിക്കാതെ ഒടുക്കത്തെ ടെൻഷനാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവലുണ്ടാവും മാത്രമല്ല ഇനി. അപ്പൊ ആരും വന്നിട്ടില്ല ഇനി. പിന്നെ ചോക്കാട്ടോല് വന്നു, പിന്നെ കൈപ്പീന്ന് മാങ്ങ വന്നു, പിന്നെ അമ്മൂനെ കുറെ ആൾക്കാർ വന്നു. ആരൊക്കെ വന്നു. നമുക്ക് പിന്നെ ഞാൻ മെയിന് ഡ്രസ്സൊക്കെ മാറ്റി കടത്തിട്ടോ. റൂമിന്റെ ഫസ്റ്റത്തെ റൂമില്
ഇങ്ങനെ കിടക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മാനിപ്പാനെ ഒന്നും കാണിച്ചു തന്നില്ല, നിങ്ങൾ ആ പെണ്ണിനൊക്കെ കാണിച്ചു കൊടുക്കണ്ടല്ലോ, അതിനെ കാണിച്ചു കൊടുത്തത് എനിക്ക് എൻ്റെ മാപ്പിളിൻ്റെ അമ്മാനെ ഒന്ന് കാണിച്ചു തരുമോ വെച്ചാൽ ഇന്നെ ആ ഡ്രസ്സുമ്മ തന്നെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് ഡോക്ടറോട് പെർമിഷൻ ചോദിച്ച് ഒരു വരാന്തൻ്റെ ഉള്ളിൽ വില കയറ്റി ലേബർ റൂമിൻ്റെ. എന്നിട്ട് അവരോട് സംസാരിച്ച് രാത്രിക്ക് പോകുന്നതിനാകെ അങ്ങനെ ജാസിനെയും അമ്മച്ചിനെയും ഒക്കെ കണ്ടപ്പോ ഞാൻ കുറച്ചും കൂടി ഒന്ന് എനർജി ആയി. അപ്പോഴും ഓല് പറഞ്ഞു, ഡോക്ടറൊക്കെ പറഞ്ഞു വികസനമായിട്ടില്ല രണ്ടുള്ളേ. പിന്നെ ഇപ്പലെ കണ്ട് ഞാൻ കേറി വീണ്ടും ഉള്ളിൽ കൊണ്ടുപോകും. പ്രസവിച്ചു. അന്നാണെങ്കിലോ 6 പ്രസവം വിളിക്കുന്നുണ്ട്, 4 ഓപ്പറേഷൻ, 2 പ്രസവം. ഒരു ചേച്ചി ഉണ്ടായി കേട്ടോ, അത് ഇങ്ങനെ ചെന്നു കുട്ടി കഴിഞ്ഞു. ഇത്ര സുഖമാണ് പ്രസവിച്ചതെന്ന് വെച്ചപ്പോ സിസ്റ്റർ ഉണ്ടാവും, രണ്ടാമത്തെയാണ്. അതുകൊണ്ടാണ് വേഗം സിസ്റ്റർ ഉണ്ടായി കേട്ടോ, അടിപൊളി സിസ്റ്റർ ആയിരുന്നു. അത് ഇനി നല്ല സപ്പോർട്ട് എങ്ങനെ കൂടെ ജാസി ഒരു നിങ്ങളോട് ഇങ്ങനെ വന്ന് പറയലില്ലേ, ആ സിസ്റ്റർ ഒരു കുറച്ചൊക്കെ നല്ല ഏജ് ആയിട്ടില്ല, കുറച്ചൊരു മെച്ചിനിങ്ങാട്ടിലൊക്കെ ആ സിസ്റ്റർ അത് നല്ല അടിപൊളി സിസ്റ്റർ ആയിരുന്നു കേട്ടോ. പിന്നെ വികസനം 3ആയി, 2 പിന്നെ 3ആയി. ഞങ്ങളോട് ഒന്ന് പറഞ്ഞോ, ഓരോ അതിലൊന്നും മുട്ടുമ്പോഴും ഞങ്ങൾ വിചാരിക്കും പ്രസവിച്ചു. എന്റെ പ്രസവത്തിനാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു കേട്ടോ. ഓലൊക്കെ മുന്നിൽ കൂടെ അങ്ങനെ കൊണ്ടുപോകും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഉള്ളിലൊരു ഭയമുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞു, കുട്ടി അപ്പുറത്തുണ്ട്. അത് 2 പരിപാടി കഴിക്കുന്നുണ്ടല്ലോ ഓപ്പറേഷൻ വേഗം കഴിഞ്ഞിട്ട് തോന്നുന്നു. എന്റെ മുന്നിൽ കൂടെയാണ് ഇങ്ങനെ കൊണ്ടുപോകണത്. പിന്നെ ലാസ്റ്റ് ഞാൻ മാത്രം ആ ലേബർ റൂമിൽ ഞാനും ഈ സിസ്റ്റർമാരും ഡോക്ടർമാരും. അന്ന് ഡ്യൂട്ടി ഡോക്ടർ ഒരാൾ ലീവേനി, ഒരാളുണ്ടായിനി ഷാൻഡി ഡോക്ടറും. ഇങ്ങനെ ഞങ്ങൾ മാത്രം ഇങ്ങനെ ഇരിക്കുക, കയ്യിലാത്തോലെ ഇറച്ചി കേൾക്കണ മാതിരി. അപ്പോഴും എനിക്ക് ഗ്യാസ് ഇങ്ങനെ കയറും ഇറങ്ങും. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു ഇന്ത്യയിലാണെങ്കിൽ ആകെ ഗ്യാസിന് ക്ഷാമം, എൻ്റെ മേത്താണെങ്കിൽ എന്തോരം ഗ്യാസാണ്. എന്നിട്ട് 2 ഇഞ്ചക്ഷൻ വെച്ചിക്കണം കേട്ടോ ഗ്യാസിന്. എന്നെ പ്രസവിക്കണതിന് മുന്നേ തന്നെ ഇവന് ഗ്യാസ് അറിയിച്ചിട്ട്. എന്നിട്ട് എന്താ ലാസ്റ്റ് എന്താ പെട്ടെന്ന് 7ആയി. പിന്നെ ഒരു പുഷ് ചെയ്യാൻ പറയും. പിന്നെ ഒരു വാട്ടർ ബ്രേക്ക് ചെയ്യൂട്ടോ, സിസ്റ്റർ വാട്ടർ ബ്രേക്ക് ചെയ്തൊക്കെയാണ് എൻ്റെത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുഷ് ചെയ്യാൻ പറയും. പുഷ് ചെയ്താൽ ഈ സിസ്റ്റർ വന്നാണ്ട് നമ്മളെ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ മരിക്കണ പോലെയാണ് ഫീലാവും. സത്യത്തിൽ നല്ല മരിക്കണ പോലെ ഫീലാവും. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളും തണ്ട ഞാൻ ഉന്തിക്കൊണ്ട് കയറണം. എൻ്റെ പള്ളിയല്ല, ഞാൻ പാവുണ്ടാവില്ല സിസ്റ്റർമാര്, ഞാൻ ഉന്തിക്കൊണ്ട് കയറാം. ഞാൻ ഒന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പൊ നല്ല പറഞ്ഞു ഉന്തിക്കൊന്തിക്കോ കുട്ടി വരുന്നുണ്ട്, കുട്ടി മുടിക്കണ്ട് മുടിയൊക്കെ കാണുന്നുണ്ട്, കുട്ടീൻ്റെ മുടിയുള്ള കുട്ടിയാണ് കാരണം. അത് ഓൾക്ക് ഇതിങ്ങനെ കണ്ടപ്പേ ഇതെന്റെതാണ് മിനിസം മുടിയാണ്. ഞങ്ങൾ 2ആളും മുടിയല്ല അല്ല ചെറുപ്പത്തിലോ, പക്ഷെ കണ്ടാത്തൊന്നുമില്ല. അതല്ല ഒരെല്ലാം മുടിയാണ് നിങ്ങളത്, ഇന്റതൊക്കെ ഒരെല്ലാം മുടിയാണ്. കുഞ്ഞോന്റെ എങ്ങനെയാ പെട്ടെന്ന് ഇനി പിന്നാണ് ഒരു ഇതിലാണ് നിയോണ് പോയി പള്ളിയിൽ. നിയോ ഇങ്ങനെ ഭയങ്കര ഇടങ്ങാറൊന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ എന്റെ പ്രസവത്തില്. കാരണം എന്താ ചോദിച്ചാ എനിക്ക് ആദ്യം തൊട്ടേ വേദനയും കൊണ്ടായിരിക്കാം വലിയ ഇടങ്ങാറൊന്നും ആയിട്ടില്ല അല്ലേ. പിന്നെ പ്രസവിച്ച സിസ്റ്റർമാര് എന്നിട്ട് ചോദിച്ചു എന്ത് കുട്ടിയാണ് എനിക്ക് അറിയാം ചോദിച്ചു. ആ ആൺകുട്ടിയാണ്. ആരാ പറഞ്ഞു? എന്റെ മാപ്പിള പറഞ്ഞോ ആൺകുട്ടിയാണ്. ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ്. പെൺകുട്ടി തന്നെയാ കാരണം. അപ്പൊ ജാസിനോട് പെൺകുട്ടിയാണ് പറഞ്ഞത്. എന്നിട്ട് ആൺകുട്ടിയാണ് കേട്ടോ. പേരൊക്കെ ഇട്ടേക്കണോ? അപ്പൊ ഞങ്ങള് 4-ാം മാസം ഇവന് പേരിട്ട് വെച്ചിക്കണം കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചാണ് ഇവന്റെ പേര്. ആണ് ജാസ് സമ്മതിച്ചിട്ടില്ല. 2 ആള് 10 പേര് കണ്ടുപിടിച്ചേണ്ടേനി. ജാസി എന്നിട്ട് 10 കണ്ടുപിടിച്ചിട്ടില്ല. എന്നിട്ട് എന്നോട് 2 5 തരിച്ചു. ഇവനെ കിട്ടി. ഇങ്ങനെ വെട്ടുന്നു ഇങ്ങനെ. അപ്പൊ എന്തൊക്കെ ആവുക ഇവൻ പഠിക്കണില്ല. അപ്പൊ എനിക്ക് പേടിയായിട്ട് ഞാൻ പറഞ്ഞു എന്റെ കുട്ടി എന്താ തൊഴിലാളിക്കാത്ത വെച്ച്. അതില് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഓല് കുളിപ്പിച്ച് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ടർക്കിയിലൊക്കെ പൊതിഞ്ഞിങ്ങനെ എന്നിട്ട് കരയും. അപ്പൊ ഞാനും കരഞ്ഞോണ്ടിരുന്നു. അപ്പൊ ഷാൻഡി ഡോക്ടർ അപ്പുറത്തേന് ഡോക്ടർ ഓടി വന്നിട്ട് എന്താ മുള പറ്റി വെച്ച്. അതിൽ ഞാൻ പറഞ്ഞു ഒന്നല്ല സന്തോഷം കൊണ്ടാണ്. ആ കുഴപ്പമില്ല. പിന്നെ കഴിഞ്ഞ് പിന്നെ ഇവനെ പുറത്ത് ഇവർക്ക് കാണിച്ചു കൊടുത്ത് പിന്നെ ഇവനെ കാണിച്ചു കൊടുത്ത് പിന്നെ എന്നെ പിന്നെ ബാക്കി ജാസി പറയും പുറത്തത്തെ എക്സ്പീരിയൻസ് ജാസിക്കല്ല അറിയാം. പുറത്ത് നിയോന ജാസിന്റെ കയ്യിൽ വാങ്ങുമ്പോ എന്തായിരുന്നു എന്റെ കയ്യിൽ ചങ്ങനെ തന്നപ്പോൾ ഇത് ഇത്രയൊന്നും ഇല്ല കേട്ടോ. ഇത് ചെറിയ 2690 ഉള്ളതിന് കേട്ടോ വെയിറ്റ്. എന്നിട്ട് എല്ലാവരും പറഞ്ഞു തികയാതെ പ്രസവിച്ചതാണോ കുട്ടീനെ.
ചെറിയൊരു സാധനം ഇന്റെ പോലെ തികഞ്ഞ് പ്രസവിച്ച ആരേലും ഉണ്ടോ? ഇങ്ങനെ ഒരു ടർക്കിയിൽ ഇങ്ങനെ തിന്നുകാണ്ട് ഇങ്ങനെ തിന്നു. ജാസി ഞാൻ തോട്ട് എനിക്കെന്ത് കാണിക്കാനാ, എന്ത് ഞാൻ എന്ത് കാണിക്കാനാ, ഞാൻ കൊടുക്കാന്നല്ലാതെ. ഡോക്ടർ തന്നെയാണ് ജാസി കൊണ്ടേ കൊടുത്തത്. ഷാൻജി മാഡം പറഞ്ഞു തിരിച്ച് ഞാൻ പെട്ടെന്ന് തരണം കുട്ടിനെ കാണിച്ചിട്ട് ജസ്റ്റ് എല്ലാം ചെക്കിങ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, ശ്വാസത്തിന് എല്ലാം ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ച് അന്ന് ഇതേപോലെ തന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ഇവർക്ക് കുട്ടീനെ കൊടുത്തിട്ടോ. പിന്നെ പിന്നെ അപ്പുറത്തേക്ക് മാറ്റി ഫിലിമിൽ എൻട്രൻസ് പോലെ കേട്ടോ പറഞ്ഞിട്ട് പിന്നെ എന്നെ അപ്പുറത്തേക്ക് മാറ്റിട്ടോ. കുറച്ചേരം റെസ്റ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞേ. പിന്നെ ഒക്കെ സെറ്റ് ആയി, ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നടന്ന് വന്ന് വീൽ ചെയറിൽ ഇരുത്തി. തുറന്ന് വീൽ ചെയറിൽ പിന്നെ റൂമിലെത്തിയിട്ട് പഠിച്ചോനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ജാസിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. എന്തിനും കരഞ്ഞു എനിക്കറിയില്ല. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചപ്പോ ചെറിയ പക്ഷെ ഇവനാ നെഞ്ഞത്ത് കിട്ടത് പറയുമ്പോ മൂത്രം ഒഴിച്ചില്ല. അതുകൊണ്ടാണോ ഈ എക്സ്ട്രാ നിക്കേണ്ടി വന്നേ? പാല് കുടിച്ചില്ല, പാല് കുടിക്കാൻ ഭയങ്കര റിസ്ക് അല്ലായിരുന്നോ? പാല് കുടിക്കാനാണ് വലിച്ചു കുടിക്കാനായിട്ടില്ല. പിന്നെ എന്താണ് സാധനത്തിന് പാലട 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 ആ സാധനത്തിന് പാലട എന്ന് പറയാം. പാലട പിന്നെ ഓന് അന്ന് പാല് കുടിക്കായിട്ട് ഡോക്ടർ മറ്റേ ഇത് തന്നു കേട്ടോ, ഫോർമുല മിൽക്ക് നമുക്ക് കലക്കി. അത് ഒരു പെട്ടിണ്ട് അവിടെ, അതിനായിട്ട് കലക്കി കൊടുത്തു. പിന്നെ ഓനെ പറ്റി 2 ദിവസമായപ്പോ കുടിച്ചു. പിന്നെ നമ്മളെ നെഞ്ഞു മുടിയൊക്കെ കളഞ്ഞു. പിന്നെ ഞങ്ങള് മുടി കളഞ്ഞ അന്ന് തന്നെ കേട്ടോ ഞങ്ങള് മോം ഹൈവ് പോയി. ഞങ്ങള് മോം ഹൈവിലേന് 1 മാസം. ഇതൊക്കെയാണ് ഞങ്ങളെ എക്സ്പീരിയൻസ്. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാര് പ്രസവിച്ചോ, എത്ര തുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ അങ്ങനെ. അടുത്ത ചോദ്യം വരാൻ പോണത്, കുട്ടി മുട്ടത്തിൽ തുടങ്ങിയോ, കുട്ടിക്ക് നടക്കൽ തുടങ്ങിയോ, കുട്ടി ഫുഡ് തിന്നാൻ തുടങ്ങിയോ, അതിന്റെ മുന്നേ എന്തൊക്കെയുണ്ട്, കുട്ടീനെ സ്കൂൾ കയറ്റാൻ തുടങ്ങിയോ? അങ്ങനെ കിടക്കാൻ പറ്റൂല, അങ്ങനെ കിടക്കാൻ പറ്റൂല. കുട്ടി അങ്ങനെ കാട്ടിയ കുട്ടിക്ക് പാലുണ്ടാവൂല. എന്തൊക്കെയാ പറയുന്നത്? കുട്ടീനെ സ്കൂൾ ഞാൻ അടുത്തത് കുട്ടിന്റെ കല്യാണം ആയില്ലേ, കുട്ടിക്ക് കുട്ടിയായില്ലേ, ഇനി കുട്ടിന്റെ കുട്ടി വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കൂലേ. പക്ഷെ ഞങ്ങള് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ശല്യമല്ല കേട്ടോ ആൾക്കാരെ കൊണ്ട്. ഞങ്ങളെ 2 വീട്ടുകാരെ ഞങ്ങൾക്ക് നോക്കിയാൽ മതി. ബാക്കിയുള്ള നാട്ടുകാരും വീട്ടുകാരും ഒന്നും ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. കുടുംബക്കാരൊക്കെ കുറെ ഉണ്ട് പറഞ്ഞ പോലെ ഇല്ലേ ജാസിയെ, ഒക്കെ ജാസിന്റെ മനസ്സിലുണ്ട്. പിന്നെ നമ്മളെന്തായാലും ആലോചിക്കും ഓൽക്കുണ്ടോ കുട്ടികളും ചട്ടികളൊക്കെ, പിന്നെ പഠിച്ചവനും ഉണ്ട് കൊടുത്തു. അടുത്തൊരു വ്ളോഗ്, അടുത്തൊരു ഡെലിവറി എക്സ്പീരിയൻസ് ഒരു പെങ്ങളായിട്ട് ഒരു കുട്ടിനെ കൂടെ വരും. ഇതൊക്കെയാണ് നമ്മളെ എക്സ്പീരിയൻസ്. ഇതൊക്കെയാണ് നമ്മളെ എക്സ്പീരിയൻസ് കേട്ടോ. എന്താ അവനിയോ ഒന്ന് നല്ലോ സഹകരിച്ച് തന്നത് നമുക്ക്. നിങ്ങൾക്ക് പോയിക്കോ കേട്ടോ ഈ വീഡിയോ ഒക്കെ കണ്ട്. ഞങ്ങൾക്ക് അറിയില്ല ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരണവരേക്കും അപ്പൊ വീഡിയോ അത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ബൈ. നീ ആ കൊടുത്ത